ഹലോ കൂട്ടുകാരെ, പാട്ടും പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അടമാങ്ങ കൊണ്ട് ഒരു പച്ചടിയാണ്. അത് നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ നമുക്ക് അടമാങ്ങ നന്നായി കഴുകി വൃത്തിയാക്കി കുതിർത്തി എടുത്തതാണ്. ഇനി നമുക്ക് ഈ മസാലക്കൂട്ടിലേക്ക് പോകാം. തേങ്ങ ചിരണ്ടിയത്, ചെറിയ ഒരു പച്ചമുളക്, കുറച്ച് കടുക്, ജീരകം. ഇനി അതിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്കത് പച്ചടിക്ക് അരച്ചും കൊണ്ട് വരാം. എന്നിട്ട് അത് എങ്ങനെയാണ് നമ്മളുടെ അടമാങ്ങ പച്ചടി എന്നുള്ളത് നമുക്ക് അത് നേരിട്ട് കാണാം. മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ, മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ, മയങ്ങൂ നീ എൻ മടിമേലേ, മയങ്ങൂ നീ എൻ മടിമേലേ, മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ, മയങ്ങൂ നീ എൻ മടിമേലേ, മയങ്ങൂ നീ എൻ മടിമേലേ. അമ്പിളി നിന്നെ പുൽകി അമ്പരം പുകി ഞാൻ മേഘമായി നിറസന്ധ്യയായി ആരോമലേ വിടർന്നെങ്കിൽ നീയൊരു പൊൻതാരമായി. നമുക്ക് ഗ്യാസ് കത്തിക്കാം. അടമാങ്ങ പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. പാത്രം വെച്ചു. അതിലേക്ക് നമുക്ക് അടമാങ്ങ കഴുകി വൃത്തിയാക്കി കുതിർത്തതാണ്. അത് നമുക്കതിലേക്ക് ഇടാം. അതിൻ്റെ മസാലക്കൂട്ട് അരപ്പ് അതിലേക്ക് ഒഴിക്കുകയാണ്. വളരെ എളുപ്പമാണ്, വളരെ ഈസിയാണ്, ഇതെല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ കളറിൽ ഒരു ശകല വ്യത്യാസം വരും. അത് അടമാങ്ങ ആയതുകൊണ്ടാണ്. അടമാങ്ങ എന്ന് പറയുന്നത് മാങ്ങ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി ഉണക്കി എടുത്തതിനെയാണ് അടമാങ്ങ എന്ന് പറയുന്നത്. പല സ്ഥലത്തും പല പേരായിരിക്കും, എനിക്കറിയില്ല. നമ്മളിവിടെ പറയുന്നത് അടമാങ്ങ എന്നാണ്. അപ്പോഴത് നമുക്ക് നന്നായിട്ട് അതിനെ ഒന്ന് വേവിച്ച് എടുക്കാവുന്നതാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നല്ല പുളിയുള്ള മാങ്ങയാണ്. നമുക്കിതിലേക്ക് കടുക് വറുക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കടുക് പൊട്ടിക്കാനിടാം. നമുക്കിതിലേക്ക് കടുക് വറുക്കാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി, മുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുക്കാം. നമ്മുടെ അടമാങ്ങ തണുത്തിട്ടുണ്ട്. അരപ്പെല്ലാം ചേർത്ത് അതെല്ലാം തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടി ഒഴിക്കാം. കളറ് ഒരു ശകലം കളർ ഒന്ന് മങ്ങിയിട്ടുണ്ട്. അത് അടമാങ്ങ ആയതുകൊണ്ടാണ്. നല്ല ടേസ്റ്റി സാധനമാണ്, എല്ലാവരും ഉണ്ടാക്കുക. കടുക് വറുത്ത് വെച്ചിരിക്കുന്നത് നമുക്കിതിലേക്ക് ഒഴിക്കാം.
നമുക്ക് കുറച്ച് പച്ചടി, അടമാങ്ങ പച്ചടി ചോറ്റിലേക്ക് വയ്ക്കാം. നല്ല വെള്ളച്ചോറും ബീഫ് ഇറച്ചിയും സൂപ്പർ. നല്ല പച്ചടി. ആരും ഇത് ഉണ്ടാക്കി കാണുമെന്ന് എനിക്കറിയില്ല, പക്ഷെ അതിഗംഭീരമായ പച്ചടി. എല്ലാവരും ഇത് പരീക്ഷിക്കുക, എല്ലാവരും ഇത് ഉണ്ടാക്കുക. അതുപോലെ എല്ലാവരും കണ്ടാൽ മാത്രം പോരാ കേട്ടോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഗുഡ് നൈറ്റ്.